ഇല്ല സർ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. കാരണം എന്താ, ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്, അപ്പൊ അതിന്റെ സൗണ്ട് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ക്യാമറ ഒക്കെ എല്ലാവരും ഓണാക്കിയാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്യാമറ ഓണാക്കിയാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആങ്കറിന് ഇന്ന് ചെറിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആങ്കർ ലീവാണ്. ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കേണ്ടത്, ഞാൻ തന്നെയാണ് മെഡിറ്റേഷൻ, ഞാൻ തന്നെയാണ് എല്ലാം. ക്യാമറ ഓണാക്കിക്കോളി. റോസാലി മാം, താങ്ക് യു. വേറെ ഇന്നത്തെ വിഷയം കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഇന്നത്തെ വിഷയം എന്താണ് വിഷയം? ഹിപ്നോസിസിനെ അറിയാം. ഹിപ്നോസിസിനെ അറിയാം. കേട്ടിട്ടുണ്ട് ഹിപ്നോസിസ് എന്ന വാക്ക് ആരെയും കേട്ടിട്ടുണ്ടോ? ഒന്ന് ചാറ്റ് ചെയ്തേ. ഹിപ്നോസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? അറിയാലോ, ഒന്ന് ചാറ്റ് ചെയ്തേ. ഇന്ന് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ വരുന്ന പരസ്യം എന്തായിരിക്കും? ഹിപ്നോട്ടിസം പഠിക്കാം അല്ലേ? ഒരു ദിവസം കൊണ്ട് പഠിക്കാം, 2 ദിവസം കൊണ്ട് പഠിക്കാം, അങ്ങനെ പല രീതിയിൽ ഓൺലൈനായിട്ട് പഠിക്കാം, ഓഫ്ലൈനായിട്ട് പഠിക്കാം. ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഈ ഹിപ്നോട്ടിസം പഠിക്കാൻ എത്രയാണ് പൈസ വരുന്നത്, എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? യെസ്, സിജ മാം പറഞ്ഞോളൂ. എന്താണ് നിങ്ങൾ അന്വേഷിച്ചത്? പറഞ്ഞു. പഠിക്കാൻ വേണ്ടി അന്വേഷിച്ചോ സിജ മാം? അല്ല സാർ, ഇങ്ങനെ അറിയുമെന്ന് ചോദിച്ചപ്പോ യെസ് എന്ന് പറഞ്ഞതാ. അങ്ങനെ പഠിക്കാൻ വേണ്ടി ആരും അന്വേഷിച്ചിട്ടില്ല? ഇല്ല. എന്തൊരു മനുഷ്യന്മാരാണ്. ഹിപ്നോട്ടിസം പഠിക്കാൻ ആരും അന്വേഷിച്ചിട്ടില്ല? ഒരു ദിവസം കൊണ്ട് ക്ലാസ് ഉണ്ട്, 2 ദിവസം കൊണ്ട് ക്ലാസ് ഉണ്ട്, 4 ദിവസം കൊണ്ട് ക്ലാസ് ഉണ്ട്, ഓൺലൈനായിട്ടുണ്ട്, ഓഫ്ലൈൻ ആയിട്ടുണ്ട്, 1 മാസം കൊണ്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ പരസ്യം വന്നിട്ടും പഠിക്കണം എന്ന ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടോ? എന്നാല് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും വളരെ സിമ്പിളായി പഠിക്കാൻ പറ്റിയൊരു കലയാണ് ശരിക്ക് ഹിപ്നോസിസ്. പക്ഷെ അത് ജിമിക്ക്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണം വെച്ചിട്ടുള്ള കളികളോ അതല്ലെങ്കിൽ തന്ത്രങ്ങളോ മാജിക്കോ അങ്ങനൊന്നും അല്ല. ശരിക്കും ശാസ്ത്രീയമായ ഒരു സംഭവം തന്നെയാണ് ഹിപ്നോട്ടിസം. ശാസ്ത്രീയമാണ്. അതല്ലാതെ ഇതിൽ ഒരു മാജിക് നടക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണം വെച്ചിട്ടുള്ള കളികളോ അങ്ങനെ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ ഒരു സംഭവമാണ് ഹിപ്നോസിസ്. അതാർക്കെങ്കിലും അറിയോ? എല്ലാവരും വിചാരിച്ചു എന്താണ് ചാത്തൻ സേവയാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അതൊന്നുമല്ല, ശാസ്ത്രീയമാണ്, തികച്ചും ശാസ്ത്രീയമാണ്. ആർക്കും പഠിക്കാം. പഠിക്കണം എന്ന് താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും പഠിച്ചെടുക്കാം. വളരെ സിമ്പിളായി പഠിച്ചെടുക്കാവുന്ന ഒരു ശാസ്ത്രീയ മാർഗമാണ് ഹിപ്നോസിസ്. ഇതിനൊരുപാട് മേഖലകളുണ്ട്. നമുക്കറിയാം, ഹിപ്നോസിസ് ഒരു മേഖലയാണെങ്കിലും ഹിപ്നോ തെറാപ്പി മറ്റൊരു മേഖലയാണ്. അല്ലെ? ഹിപ്നോ തെറാപ്പിക്ക് കുറച്ചുകൂടെ പഠിക്കേണ്ടി വരും. എന്താണ് രോഗം, എന്താണ് പ്രശ്നം എന്നൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരും. ഇപ്പോൾ തെറാപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, മറ്റൊരാൾക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ മണിസാറിനൊരു പ്രശ്നമുണ്ട്. ആ മണിസാറിന് പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ തീർക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ എങ്ങനെ വരാം, ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് അയാൾക്ക് പ്രശ്നം വന്നത്, എന്താണ് അതിൻ്റെ അടിത്തറ എന്നൊക്കെ എനിക്കറിയണം. അല്ലെങ്കിൽ എനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ല. അത് തെറാപ്പിയുടെ കാര്യം. പക്ഷെ ഹിപ്നോസിസിന് അതിനൊന്നും ആവശ്യമില്ല. ഹിപ്നോസിസം ചെയ്യാന് ഒരാള് മൈൻഡിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഉണ്ടായാൽ മതി. ഇപ്പൊ ഷീല മാമിനെ ഞാൻ ഹിപ്നോസിസ് ചെയ്യാൻ പോവാ. അപ്പോൾ ഷീല മാമിനെ ഹിപ്നോസിസും ചെയ്യുമ്പോൾ ഷീല മാമിന്റെ ഫുൾ നിയന്ത്രണം എൻ്റെ കയ്യിലായിരിക്കും. അതറിയണം. അത് പഠിച്ചാൽ മതി. സിമ്പിളാണ്, പഠിച്ചാൽ മതി. ആരാണ് ഇത് വിധേയമാകുക? ഉദാഹരണത്തിന് ഇതിന് കുറെ മൈൻഡിന്റെ മനസ്സുമായി ബന്ധപ്പെട്ട കുറെ പഠനങ്ങൾ നമ്മൾ നടത്തേണ്ടി വരും. എന്താണ് മനുഷ്യ മനസ്സ്, അതിന് എത്ര തലങ്ങളുണ്ട്,
ഏതെല്ലാം രീതിയിൽ അത് വർക്ക് ചെയ്തേക്കാം. അതേപോലെ തന്നെ ഉറക്കത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. ഒരു മനുഷ്യന്റെ ഉറക്കം എന്താണ്, ആ ഉറക്കം വരുമ്പോഴുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അയാൾ ഉറങ്ങിപ്പോയാൽ എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കണം. ഇത്ര മനസ്സിലാക്കിയാൽ നമുക്ക് ഒരാളെ ഹിപ്നോസിസ് ചെയ്യാം. സിമ്പിളാണ്, ഒരു ദിവസം കൊണ്ട് പഠിക്കാവുന്നേ ഉള്ളൂ. ശരിക്ക് ചെയ്യാൻ പഠിക്കാൻ ഒരൊറ്റ ദിവസം മതി. പിന്നെ അത് ആരാണ് കണ്ടുപിടിച്ചത്, എപ്പോഴാണ് കണ്ടുപിടിച്ചത്, എന്തിനാണ് കണ്ടുപിടിച്ചത്, അതിന്റെ ആ ഒരു തലങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഒരു മാസം വരെ പഠിക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല, ശരിക്ക് ചെയ്യാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. ചെയ്യാൻ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഡ്രൈവിംഗ് നമ്മൾ പഠിച്ചു. ഡ്രൈവിംഗ് നമ്മൾ എങ്ങനെ പഠിച്ചത്? ഒരാശാന്റെ കീഴിൽ നമ്മൾ ഓട്ടിപ്പിടിച്ചു. അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു? ശാസ്ത്രീയമായി എവിടൊക്കെ ഹോണടിക്കണം, എവിടെ ഹോണടിക്കാൻ പാടില്ല, വെള്ളവരന്റെ ലക്ഷ്യം എന്താണ്, മഞ്ഞവരന്റെ ലക്ഷ്യം എന്താണ്, അതൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ അത് പഠിക്കണം. കാരണം ട്രാഫിക് നിയമങ്ങൾ പഠിക്കാതെ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അത് പഠിക്കണം. അപ്പൊ അത് പഠിക്കണം. കുറച്ചൊക്കെ ഫുള്ളായിട്ട് പഠിക്കണമെന്നില്ല, കുറച്ച് ആ ഓട്ടാനുള്ള നിയമങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അതായത് ഒരു വ്യക്തിയെ ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അയാൾക്ക് അറിഞ്ഞിരിക്കണം. അതല്ലാതെ ചെയ്യാൻ കഴിയൂല അല്ലേ. ആരാണ് ഇതിന് വിധേയമാകുക എന്നറിയോ? ഇതിന് വിധേയമാകാനുമാണ് ഒരു ക്വാളിഫിക്കേഷൻ. അതായത് പഠിക്കുന്ന വ്യക്തി എപ്പോഴും നോക്കുന്നത് എന്താണ്? മനസ്സിന്റെ വിവിധ തലങ്ങൾ പഠിച്ചിരിക്കും. അതായത് ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, അതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അവർ പഠിച്ചിരിക്കും. ഇതൊക്കെ നമ്മൾ കുറെ ക്ലാസ് എടുത്തതാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാത്ത അല്ലേ. ബോധമനസ്സിൽ എന്താണുള്ളതെന്നും ഉപബോധ മനസ്സിൽ എന്താണുള്ളതെന്നും അബോധ മനസ്സിൽ എന്താണുള്ളതെന്നും ഒക്കെ നമ്മൾ വിശദമായി പഠിച്ചതാണ് ഇതിനു മുമ്പ്. പക്ഷെ ഹിപ്നോസിസിൽ ഈ 3 മനസ്സിനെ കുറിച്ചേ പറയുന്നുള്ളൂ കേട്ടാ. ഹിപ്നോസിസത്തിൽ ഈ 3 മനസ്സിനെ കുറിച്ചേ പറയുന്നുള്ളൂ. ഹിപ്നോ തെറാപ്പിയിലാണ് 4ാമത്തെ മനസ്സിൽ പറയുന്നത്. കാരണം തെറാപ്പി ചെയ്യുമ്പോൾ മറ്റേ മനസ്സുകൂടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട നിയമമുണ്ട്. അതുകൊണ്ട് അപ്പോ പക്ഷെ ഇത് വർക്ക് ചെയ്യുന്ന ആളുകൾ 3 തലത്തിലുണ്ട്. ഒന്ന്, നമ്മൾ പറയുന്നത് അതേപോലെ സ്വീകരിക്കപ്പെടുന്ന വ്യക്തികൾ. അവർക്ക് പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടും, ഒരുപാട് ഗുണങ്ങളും ചെയ്യും. അവരെയാണ് നമ്മൾ ഹിപ്നോട്ടിസം ചെയ്യേണ്ടത്. നമ്മൾ പറയുന്നത് അപ്പടി സ്വീകരിക്കപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ഹിപ്നോട്ടിസം ചെയ്യാം. രണ്ടാമത്തെ ഒരു വ്യക്തികളുണ്ട്. ആദ്യം ഒന്ന് സംശയിക്കും, ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യമാണോ, ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യമാണോ എന്ന് സംശയിച്ചായിരുന്നു. പിന്നീട് അതിനെന്താവും? അംഗീകരിക്കപ്പെടും. നടന്നേക്കാം എന്ന് സംശയം കുടുങ്ങിയാൽ അയാൾ എന്താവും? ഹിപ്നോട്ടിസത്തിന് വിധേയം പോകും. മൂന്നാമതൊരു വ്യക്തി ഉണ്ട്, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇങ്ങോട്ട് നോക്കും. ഇങ്ങോട്ട് നോക്കിയാൽ ഒരിക്കലും അയാൾ ഹിപ്നോട്ടിസത്തിന് വിധേയമാവില്ല. അതായത് ഇപ്പൊ ഞാൻ പറയണേ മണിസാറിനോട്, നിങ്ങൾക്ക് എന്നെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യാൻ സാധിക്കുമോ, എന്താന്ന് നിൽക്ക്, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞാൽ എന്നെ ഹിപ്നോട്ടിസം ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. കാരണം ചലഞ്ച് ചെയ്യണം. ഞാൻ ചലഞ്ച് ചെയ്താൽ സാധ്യമല്ല. അതുകൊണ്ടുള്ള നഷ്ടം എനിക്കാണ് കേട്ടോ, വേറെ കാര്യം. അതുകൊണ്ടുള്ള നഷ്ടം എനിക്കാണ്. ഇത് വലിയ സംഭവമൊന്നുമല്ല. ഇങ്ങനെ 3 തരം ആളുകളുണ്ട്. അവരിൽ ഏറ്റവും ബെറ്റർ സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഉദാഹരണത്തിന് നമ്മളൊരു യാത്ര പോവുകയാണ്. നമ്മളൊരു യാത്ര പോകുമ്പോൾ മണിസാറ് ഒരു വണ്ടി എടുത്തിട്ടുണ്ട്, പക്ഷെ മണിസാറിന് ഡ്രൈവിംഗ് അറിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മണിസാറിന് ഡ്രൈവിംഗ് അറിയില്ല. എന്നാൽ മണിസാറിന്റെ വണ്ടിയാണ്. മണിസാർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് നമ്മളോട് കയറാൻ പറഞ്ഞാൽ ആരൊക്കെ കയറും? ആര് കയറും? മണിസാറിന് ഡ്രൈവിംഗ് അറിയില്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ മണിസാർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് വണ്ടി കയറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും വരില്ല. കാരണം എന്താ? നിങ്ങൾക്കിത് അറിയില്ല, ഞങ്ങൾക്ക് സംശയമാണ്. അങ്ങനെ സംശയമുള്ള ആളുകൾ ഒരിക്കലും ഇതിലേക്ക് വരില്ല. ഇതിപ്പോ ഇയാൾ ചെയ്താൽ ശരിയാകുമോ എന്ന പേടിയുള്ള ആൾ ഒരിക്കലും ഹിപ്നോട്ടിസത്തിന് വിധേയമാവില്ല. അപ്പൊ ആരെയാണ് ചെയ്യേണ്ടത്?
നമ്മളെ വിശ്വസിക്കുന്ന ആളുകളെയാണ് ചെയ്യേണ്ടത്. അതായത് മണിസാർ ഇത് കഴിയുന്ന ആളാണ്, ഡ്രൈവിംഗ് അറിയുന്ന ആളാണ് എന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ മുൻസീറ്റിൽ വന്നിരിക്കും. അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്, മണിസാർ ഓട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം എന്താവും, ഞാൻ മുൻസീറ്റിൽ തന്നെ വന്നിരിക്കും, പേടിയില്ലാതെ വന്നിരിക്കും. അങ്ങനെ വന്നിരിക്കാനുള്ളൊരു വ്യക്തി നമുക്ക് ആവശ്യമാണ് ഹിപ്നോട്ടിസം ചെയ്യാൻ. അല്ലെങ്കിൽ വ്യക്തികൾ, ഒന്നുകിലെ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നമുക്ക് ആവശ്യമാണ് ചെയ്യാൻ. നമ്മളെ അറിയുന്ന എന്നാൽ നമ്മളെ വിശ്വസിക്കുന്ന ഒരു വ്യക്തികൾ. അപ്പോൾ ആദ്യം നമ്മൾ ഏതൊരു വിദ്യ പഠിക്കണം, ഹിപ്നോട്ടിസം പഠിക്കുകയാണ് വിചാരിച്ചാൽ ആദ്യം നമ്മൾ ഹിപ്നോട്ടിസം ചെയ്യേണ്ടത് ആരെയാണ്? കുടുംബക്കാരെയോ ബന്ധക്കാരെയോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെയോ അമ്മയെയോ മകനെയോ ഒന്നും ചെയ്യാൻ പോകരുത്. കാരണം എന്താ? അവർക്കറിയാം നമുക്കിത് അറിയില്ല, അല്ലേ? അവർക്കറിയാം നമുക്കിത് അറിയില്ല, നമ്മളിത് പഠിച്ചു വരുന്നുള്ളൂ, നമ്മളിപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ കയറിയിരിക്കില്ല. അപ്പൊ ഇത് അറിയാത്ത ഒരു വ്യക്തിയെ വേണം ആദ്യം പരിശീലിക്കാൻ. ചിലപ്പോൾ ഇടിക്കും, വണ്ടിയൊക്കെ ചെന്നിട്ട് ഇടിക്കും. ഇടിച്ചാലും എന്ത് ചെയ്യണം? നമ്മൾ കൂളായിട്ട് അതിന് ഇറങ്ങി പോരാൻ കഴിയണം. ഒരു വണ്ടിയൊക്കെ അവിടെ പോയി ഇടിക്കാൻ സാധ്യത ഉണ്ട് ഫസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ഇടിച്ചാൽ നമ്മൾ കൂളായിട്ട് അതിന് ഇറങ്ങി പോരണം. സാരമില്ല, ചെറുതായിട്ടൊന്ന് പാളിയതാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോരണം. അവിടെ തകർന്നു പോകരുത്. ഇതാണ് പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ. ഇപ്പൊ മണിസാർ പഠിച്ചിട്ട് ചെയ്യേണ്ടത് വീട്ടിലല്ല, കുടുംബക്കാരെയല്ല, സുഹൃത്തുക്കളെ അല്ല. അതാദ്യം നോക്കണം. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യാം എപ്പോ? പരിശീലനം ലഭിച്ചതിന് ശേഷം ചെയ്യാം, ആരെയും ചെയ്യാം. പക്ഷെ പരിശീലനം ചെയ്യാൻ തിരഞ്ഞെടുക്കേണ്ടത് എപ്പോഴും മണിസാറിന് അറിയും വേണം, എന്നാൽ മണിസാറിന്റെ കയ്യിൽ എന്തൊക്കെയാ ഉള്ളത് എന്ന് അറിയാനും പാടില്ല. അങ്ങനത്തെ ആളുകളെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അല്ലേ? ഇപ്പൊ എനിക്ക് മണിസാറിനെ അറിയാം, പക്ഷെ മണിസാർ എന്തൊക്കെയാണ് പഠിച്ചു വെച്ചതെന്നോ മണിസാറിന്റെ കയ്യിൽ എന്തൊക്കെയുള്ള അറിവുകൾ ഉള്ളതെന്നോ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ സെലക്ട് ചെയ്യാൻ ഞാൻ അനുസരിച്ചാൽ അതിന്റെ ഗുണം ആർക്കാണ്? എനിക്കും ഗുണമാണ്, മണിസാറിനും ഗുണമാണ്. ഞാൻ അനുസരിച്ചില്ലെങ്കിൽ രണ്ടാൾക്കും ഒരു പ്രയോജനമില്ല. ഇതാണ് ഇതിന്റെ ബേസിക്. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. കാരണം പെട്ടെന്ന് ഒരാളിപ്പോ ഒരു 1-2 ദിവസത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, ഇപ്പൊ കോഴിക്കോടോ തൃശ്ശൂരോടെ പോയിട്ട് അവർ പറയുന്ന ഹിപ്നോസിസിന്റെ രീതിയൊക്കെ കറക്റ്റ് ആയിക്കാരം. പക്ഷെ നമ്മൾ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഭാര്യയെയോ മക്കളെയോ ചെയ്യുമ്പോൾ നമ്മൾ പൊളിഞ്ഞ് പാപ്പരായി പോകും. അതോടുകൂടി എന്താവും? നമ്മളെ ഹിപ്നോസിസം ഫിനിഷ്, കഴിഞ്ഞു, പിന്നെ ഇല്ല, ഇല്ലേ? അങ്ങനെ ഒരിക്കൽ പൊളിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യൂല. അപ്പോൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്യേണ്ടത്, നമ്മൾ വാഹനം ഓട്ടി പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഗ്രൗണ്ടിലാണ് ഓട്ടി പഠിക്കേണ്ടത്, റോട്ടിലല്ല. ഗ്രൗണ്ടിൽ ഓട്ടി പഠിക്കണം. ഒരു ഗ്രൗണ്ടിൽ ഓട്ടി പഠിച്ച് എനിക്ക് റോട്ടിലേക്ക് ഇറങ്ങാം എന്ന കോൺഫിഡൻസ് വരുമ്പോൾ മാത്രമേ റോട്ടിലേക്ക് വരാവൂ. അതല്ലാത്ത പക്ഷം നമ്മൾ റോട്ടിലേക്ക് വന്നാൽ ഏതെങ്കിലും വാഹനവുമായി കൂട്ടിയിടിക്കും. അതോടുകൂടി നമ്മൾ ഡ്രൈവിങ് നിൽക്കാൻ സാധ്യതയുണ്ട്. എല്ലാം നിൽക്കുന്നല്ല, പക്ഷെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഹിപ്നോസിസിനെ കുറിച്ച് അറിയുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്, ശാസ്ത്രീയമാണ്. അതല്ലാതെ ഇതിലൊരു മാജിക്കോ ഉപകരണങ്ങളോ വെച്ചിട്ടുള്ള ഒരു കളിയും ഇതിൽ നടക്കൂല. മനുഷ്യ മനസ്സിനെ അറിഞ്ഞിരിക്കണം, മനസ്സിന്റെ വിവിധ തലങ്ങളെ അവൻ പഠിച്ചിരിക്കണം. ഇത് സ്വീകരിക്കപ്പെടുന്ന ആളാണോ മുന്നിലുള്ളത് എന്ന് നമുക്ക് വ്യക്തമായ ബോധം വേണം. സ്വീകരിക്കപ്പെടുന്ന ആളുണ്ട്, ചലഞ്ച് ചെയ്യപ്പെടുന്ന ആളുകളുണ്ട്. അപ്പൊ ചലഞ്ച് ചെയ്യുന്ന ആളാണോ അതോ സ്വീകരിക്കപ്പെടുന്ന ആളാണോ എന്ന് നമുക്കറിയണം. അയാളുടെ ഉറക്കത്തിന്റെ അളവ് നമുക്ക് അറിഞ്ഞിരിക്കണം. അയാൾ ഉറങ്ങിപ്പോകാൻ പാടില്ല. ഉറങ്ങിപ്പോകുക എന്നുള്ളത് ഹിപ്നോട്ടിസം അല്ല, അത് വേറെയാണ്. ഞാനിങ്ങനെ ചെയ്തു, മണിസാർ നല്ല ഉറക്കം, കൂർക്കം വലിച്ചെങ്ങനെ ഉറങ്ങി. അതുകൊണ്ട് മണിസാറിന് ഒരു പ്രയോജനം കിട്ടില്ല, എനിക്കൊരു പ്രയോജനം കിട്ടില്ല. അത് ഉറങ്ങി എണീറ്റ ഒരു സുഖം ഉണ്ടാവും, ഇത്ര ഉണ്ടാവുള്ളൂ. ഉറങ്ങാൻ പാടില്ല, എന്നാൽ ഉണരാനും പാടില്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള വ്യക്തികളാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നമ്മൾ നിയന്ത്രിക്കണം, അല്ലെ? നമ്മൾ സാധാരണ
ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സ്വപ്നങ്ങൾ കണ്ടിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശബ്ദം കേട്ടിട്ടോ പെട്ടെന്ന് ഞെട്ടി ഉണരും. ആ ഞെട്ടി ഉണർന്ന് ചിലപ്പോൾ ഒന്ന് ബാത്റൂമിലൊക്കെ പോയി തിരിച്ചു വരും, അതേപോലെ തന്നെ കിടക്കും, അപ്പൊ തന്നെ ഉറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ഉറങ്ങിയിട്ട് തന്നെയാണ് ഈ നടക്കുന്നതൊക്കെ, ഉറക്കത്തിലാണ്. ശരിക്ക് ഉറക്കത്തിലാണ് ഈ ഉണരുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. പക്ഷെ അതിന്റെ അടിയിൽ നമ്മൾ ഉണർന്നിട്ടുണ്ടാകും, നമ്മൾ പോലും അറിയാതെ വീണ്ടും ഉറങ്ങിയിട്ടുണ്ടാകും. ഒരു വലിയ സ്വപ്നം കണ്ടിട്ടുണ്ടാവും, അപ്പൊ നമുക്കത് ഓർമ്മ ഉണ്ടാവും. രാവിലെ എണീറ്റ് ചോദിച്ചാൽ പറയും, ആ എനിക്കറിയില്ല. അങ്ങനെ അനുഭവം ഉള്ളവരുണ്ടോ? രാത്രിയൊക്കെ നല്ല പുലിയൊക്കെ വരുന്നത് കണ്ടിട്ട് പേടിച്ച് കരഞ്ഞ് രാവിലെ എണീറ്റ് ചോദിക്കുമ്പോ പറയും എനിക്കറിയില്ല, ഞാൻ കരഞ്ഞിരുന്നോ, ഞാൻ സ്വപ്നം കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ അനുഭവം ഉള്ളവരാരുണ്ടോ? ഒന്ന് ചാറ്റ് ചെയ്തേ. രാത്രി ആരാ സ്വപ്നം കാണാറ്? ഭീകര സ്വപ്നം കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് ചാറ്റ് ചെയ്തേ. ഹലോ സാറേ, ഇവിടെ മോൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അത്. ആ. അവൻ രാത്രി നന്നായി സംസാരിക്കും. നമ്മള് ചിലപ്പോ വേഗം ഓടി ചെന്നിട്ട് എന്താണാവോ എന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കും ഇവൻ നീറ്റ് ഇരുന്നുണ്ടാവും. നീറ്റ് ഇരുന്നിട്ട് ഇങ്ങനെ അമ്മ അമ്മ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും. പക്ഷെ ചെന്നിട്ട് പിന്നെ കാലത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല, ഞാൻ അറിഞ്ഞിട്ടെന്നില്ല പറയും. അതെന്താ? അതാണ് സംഭവം. ആ ഒരു മൈൻഡാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ ആ ഒരു മൈൻഡിലാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പറയുന്ന ഏത് കാര്യവും അവർ സ്വീകരിക്കപ്പെടും. നീ നല്ല കുട്ടിയാണ്, പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ മതി. വെറുതെ എന്ന് പറഞ്ഞാൽ മതി. നീ നല്ല കുട്ടിയാണ്, നീ പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ മതി. ആ കുട്ടി പിന്നെ നല്ല കുട്ടിയായിരിക്കും. ഓക്കെ ഓക്കെ. വളരെ സിമ്പിൾ. ഇതാണ് ഹിപ്നോട്ടിസം. അത്രേ ഉള്ളൂ. ആ ഒരു മൈൻഡാണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് ഉറക്കത്തിലേക്ക് വഴുതി വീഴാതിരിക്കും വേണം, എന്നാൽ അയാൾ ഉണരും ചെയ്യരുത്. ആ ഒരു സിറ്റുവേഷനിലേക്ക് അയാൾ എത്തിച്ചതിന് ശേഷം നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അവർ സ്വീകരിക്കപ്പെടും. ആ സ്വീകരിക്കപ്പെടുന്നത് അയാൾക്ക് നല്ലതായിരിക്കണം. പറയുന്ന വ്യക്തി അത്രക്കും ക്വാളിഫിക്കേഷൻ ഉള്ളതായിരിക്കണം. അയാളെ തകരാറിലാക്കാനും നമ്മൾ വിചാരിച്ചാൽ സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അന്നത്തോടു കൂടി നമ്മളെ കഥ കഴിയും. അല്ലാതെ അവർക്കൊന്നും സംഭവിക്കേണ്ട നമുക്ക് കേൾക്കാം. കാരണം ഒരു വാഹനം ഇടിച്ചാല് വാഹനത്തിന് എങ്ങനെയായിട്ട് നന്നാക്കാം, പക്ഷെ നമുക്ക് പരിക്കേറ്റിയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മളാണ് അവരെ നിയന്ത്രിക്കുന്നത്. അതെപ്പോഴും നമ്മൾ നോക്കണം. നമ്മളാണ് ആ മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. അയാൾ ഉറക്കത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. പോയാൽ കഴിഞ്ഞു, പോയ പിന്നെ നമ്മളെ കൺട്രോളിലല്ല, അയാളെ സ്വന്തം കൺട്രോളിലാണ്. അപ്പൊ ഉറക്കത്തിലേക്ക് പോകാൻ പാടില്ല, എന്നാൽ ഉണർവിൽ നിൽക്കാൻ പാടില്ല. അതിന്റെ സെൻട്രലിൽ അയാൾ ഇങ്ങനെ സ്റ്റാരിങ്ങിൽ നിർത്തിക്കൊള്ളണം. ആ സ്റ്റാരിങ് ഇങ്ങനെ കറക്റ്റ് നിർത്തിക്കൊള്ളണം. എന്നിട്ട് വേണം അയാൾക്ക് എന്ത് കൊടുക്കാന്? സജഷൻ കൊടുക്കാൻ. അപ്പൊ ആ സജഷനാണ് അയാൾ ഏറ്റെടുക്കുക, സ്വീകരിക്കപ്പെടുക. അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്ന, അല്ലെങ്കിൽ ഉറക്കിലേക്ക് ഇങ്ങനെ വൈദ്യുതി വീഴുന്ന ഒരു സമയമുണ്ട്. നമ്മളിങ്ങനെ എന്താണ് പറയാ, താരാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഉറക്കില്ല, നീ ഉറങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊട്ടിക്കൊടുക്കണ ആ ഉറക്കിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നീ നല്ല കുട്ടിയാണ്, നീ നല്ല പഠിക്കണ കുട്ടിയാണ്, സുന്ദരായിട്ട് ഉറങ്ങിക്കോ എന്ന് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ആ ഒരു സംഭവത്തിന്റെ പേരാണ് ഹിപ്നോട്ടിസം. അല്ലാതെ ഇത് വലിയ വലിയ മലമറിക്കുന്ന കേസൊന്നുമല്ല. മനസ്സിലായ? വളരെ സിമ്പിളായിട്ട് ആർക്കും പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രീയ മാർഗം തന്നെയാണ്. അതിൽ യാതൊരു മാജിക്കും ഇല്ല, മന്ത്രങ്ങളും ഇല്ല, ചാത്തൻ സേവയില്ല, മന്ത്രിച്ചൂതലില്ല, ഒന്നുമില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇതിന് തിരിച്ചറിയേണ്ട എത്ര ആവശ്യമാണ്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരും അന്വേഷിക്കാഞ്ഞിട്ടാണ് 25,000, 30,000, 50,000 ഒക്കെ വാങ്ങുന്നുണ്ട്. എന്തിന്? ഒരൊറ്റ ദിവസത്തെ ക്ലാസ്സിന്. ഇതിൽ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഈ സാധനമാണ് എന്ത്? നമ്മളെ മനസ്സിന്റെ വിവിധ തലങ്ങൾ, ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ഈ മനസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് എന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ പറഞ്ഞു തരും. പിന്നെ സ്വീകരിക്കപ്പെടുന്ന വ്യക്തി ആരാണ്,
സ്വീകരിക്കപ്പെടാത്ത വ്യക്തി ആരാണ്, ചലഞ്ച് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ്, ആരെയാണ് ഹിപ്നോട്ടിസം ചെയ്യേണ്ടത്, ആരെ ഹിപ്നോട്ടിസം ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് ഇത് നിയന്ത്രിക്കേണ്ടത്, എന്താണ് പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കേണ്ടത്, നമ്മൾ എന്താണ് അവരെ ചെയ്യിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ മാത്രം പഠിക്കുക. നിർബന്ധമായും നമ്മൾ പാലിക്കേണ്ട കുറെ നിയമങ്ങളാണ് ഇതൊക്കെ. കാരണം നമ്മൾ ഒരാളെ ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ അയാൾ ഇപ്പോൾ മണിസാറിനെ ഞാൻ ചെയ്ത് മണിസാറിന്റെ മരിച്ചുപോയ ഒരു വ്യക്തിയെ കണ്ടിട്ട് മണിസാറിന് വലിയ പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഇന്നിപ്പോ ഏതാണ് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന രംഗം എന്താണ്? ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാല് മരിച്ച വ്യക്തിയെ കാണിക്കുക. ഒരു മരിച്ചുപോയ വ്യക്തിയെ നമുക്ക് ഇവിടെ കണ്ടിട്ട് നമുക്ക് എന്ത് പ്രയോജനം? അവർക്ക് എന്ത് പ്രയോജനം ഉണ്ടോ? നമുക്ക് ആ ഒരു ഫീലിംഗ്, ആ ഒരു ടെൻഷൻ മനസ്സിലേക്ക് വരില്ല. നമ്മളെ പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ട് ആ ഒരു ടെൻഷൻ നമ്മുടെ ഉള്ളിലിട്ടിട്ട് ഹിപ്നോട്ടിസം ചെയ്ത ആള് കടന്നു പോയിട്ടുണ്ടാവും, അയാൾ പോയിട്ടുണ്ട്, അയാളെ വീട്ടിൽ പോയിട്ടുണ്ടാവും. നമ്മൾ ആ മൈൻഡിൽ ആ ഒരു രംഗം ഇങ്ങനെ, അതുകൊണ്ട് എന്താ പ്രയോജനം? നേരെ മറിച്ച് നല്ലൊരു സംഭവം നമുക്ക് ഇട്ടുന്നിട്ട് പോകുകയാണെങ്കിൽ നമുക്കും ഗുണം ചെയ്യും, അയാൾക്കും ഗുണം ചെയ്യും. അപ്പൊ നല്ലൊരു പോസിറ്റീവായ ഒരു സംഭവം നമ്മൾ കൊടുത്തിരിക്കണം. അതല്ലാതെ നമ്മളൊരു പ്രശസ്തിക്ക് വേണ്ടിയിട്ട്, നമ്മളൊരു ഉന്നതിക്ക് വേണ്ടിയിട്ട്, ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളെ ചൂഷണം ചെയ്യാൻ പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ മണിസാറിനോട് പറയണേ, ഞാൻ എപ്പോ ടച്ച് ചെയ്താലും നിങ്ങൾ എൻ്റെ അടിമയെ പോലെ പ്രവർത്തിക്കും. അയാൾ പിന്നെ വെറുതെ ടച്ച് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞൊക്കെ കേട്ടോളും. പക്ഷെ അതുകൊണ്ട് എന്താ എനിക്ക് കാര്യമുള്ളത്? എനിക്കൊരുപാട് കാര്യമുണ്ട്. മണിസാറിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും? ഒരു പ്രയോജനമില്ല. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യം ചെയ്താൽ മാത്രമേ നമുക്കും പ്രയോജനം ചെയ്യുള്ളൂ. നമ്മളെ പ്രൊഫൈല് വലുതാക്കുക എന്നുള്ള ലക്ഷ്യം ഇവിടെ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനി ഏത് ഹിപ്നോട്ടിസക്കാരാണെങ്കിലും ഞാനിത് പറയൂട്ടോ. നമ്മളെ പ്രൊഫൈല് വലുതാക്കാൻ വേണ്ടി ഒരാളും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി വലുതായിക്കോളും. നമ്മൾ മറ്റുള്ളവരെ പ്രൊഫൈല് വലുതാക്കിയാൽ മതി. മറ്റുള്ളവരെ നന്നാക്കിയാൽ മതി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നന്നായിക്കോളും. നമ്മളെ നന്നാക്കാൻ ഒരാളും ശ്രമിക്കേണ്ട ആവശ്യമില്ല. അതിന് മെനക്കെടേണ്ട ആവശ്യമില്ല. ഞാൻ ഷീല മാമിനെ നന്നാക്കിയാൽ മതി, ഞാൻ നന്നാവും. കാരണം ഷീല മാമിനോട് ഞാൻ പറയണേ, നിങ്ങൾ കൃത്യമായി ഓരോ സംഭവം ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യണ്ടേ? ഞാൻ ചെയ്യാൻ ഞാൻ എന്നോട് ചോദിക്കൂല, അല്ല റസാഖ് സാർ നിങ്ങൾ ഇത് ചെയ്യണ്ട ചോദിക്കൂല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ നന്നാവും അല്ലേ? ഞാൻ പറയാൻ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തിട്ടാണ് ഷീല മാമിനോട് പറയേണ്ടത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം, അല്ലാതെ പറയാൻ പറ്റില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, ഇത് ഏതൊരാൾക്കും സാധ്യമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? ഈ ഉറക്കിലേക്ക് വന്നോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഇപ്പൊ നമ്മളൊരാളെ സജഷൻ കൊടുക്കുക, സജഷൻ പറഞ്ഞാൽ മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ ഈ മെഡിറ്റേഷനിൽ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് സജഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങളിപ്പോ ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡീപ്പായ ശാന്തമായ വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് ആ വ്യക്തി ഉറക്കത്തിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാന് അയാളെ കണ്ണിലേക്ക് നോക്കിയാൽ മതി. കണ്ണ് അടവാക്കിയിട്ടുണ്ടാവും, കണ്ണടച്ചിട്ടുണ്ടാവും, പക്ഷെ കണ്ണ് പ്രവർത്തിക്കുന്നുണ്ടാവും. കണ്ണടച്ചിട്ടുണ്ടാവും, എന്നാൽ അയാളെ കണ്ണ് പ്രവർത്തിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇയാൾ ഉറക്കത്തിലേക്ക് പോകുന്നുണ്ട്. മനസ്സിലായോ? കണ്ണ് അയാൾ അടച്ചിട്ടുണ്ടാവും, എന്നാൽ കണ്ണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടാവും. നമുക്ക് കാണാൻ കഴിയും. ആ ബോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇയാള് ഉറക്കത്തിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്തായിരിക്കണം നമ്മൾ അയാൾക്ക് നല്ല പോസിറ്റീവായ സജഷൻ കൊടുക്കേണ്ടത്. അപ്പൊ അയാൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ പ്രശ്നം ഇതാ ഇവിടെ തീരാൻ പോവുകയാണ്, നിങ്ങൾക്കൊരു നല്ല കാലം വരികയാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് അയാൾ സ്വീകരിക്കപ്പെടും. അയാളെ ഉപബോധ മനസ്സിലേക്ക് അത് സ്വീകരിക്കപ്പെടും. ആ ഉപബോധ മനസ്സിൽ അത് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ ബോധ മനസ്സിലേക്ക് വന്നാലും ഈ സംഭവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലായ? നിങ്ങൾ ആരെങ്കിലും ഹിപ്നോസിസ് പഠിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ആളുകളെ അടുത്തുനിന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്
ഒരു 10 20 പേര് അടങ്ങുന്ന ഒരു ബാച്ചിനെ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നിങ്ങൾ ഹിപ്നോസിസ് ചെയ്യാൻ പോകണം. പഠിച്ചതിന് ശേഷം ഒരാളെ ചെയ്യരുത്. നിങ്ങളെ അറിയുന്ന, എന്നാൽ നിങ്ങളെ അടുത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് അറിയാത്ത, നിങ്ങളെ പരിസരത്തുള്ള ഏതെങ്കിലും സ്കൂളിലോ അതല്ലെങ്കിൽ മറ്റ് അമ്പലങ്ങളിലോ പള്ളിയിലോ ഏതെങ്കിലും കുറച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളിലോ ചെന്നിട്ട് ഒരു 10 20 അടങ്ങുന്ന ഒരു ബാച്ചിനെ നിങ്ങൾ ഹിപ്നോസിസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. എന്താ കാരണം? ആർക്കെങ്കിലും പറയാൻ കഴിയോ എന്താ കാരണം? നിങ്ങൾ വിജയിക്കാനുള്ള മാർഗമാണ് പറഞ്ഞത്. എന്തായിരിക്കും? അതിൽ കുറച്ചു പേരെങ്കിലും ആ ഉറക്കത്തിനും ഇടയിലായിരിക്കും. കുറച്ച് പേരെങ്കിലും നമുക്ക് ലഭിക്കും. 1 2 വ്യക്തിയെങ്കിലും ആ സജഷന് വിധേയമായിട്ട് നമുക്ക് ലഭിക്കും. അഥവാ ഹിപ്നോസിസിന് വിധേയമായ 1 2 വ്യക്തികൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കോൺഫിഡൻസ് കൂടുകയും നമുക്ക് മറ്റ് ഏതൊരാളെയും ഹിപ്നോസിസ് ചെയ്യാനുള്ള തൻ്റെ ഇടം കൈവരുകയും ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യപ്പെടുന്ന വ്യക്തി ചലഞ്ച് ചെയ്യപ്പെട്ടാൽ നമ്മൾ പിന്നെ ഒരിക്കലും ഹിപ്നോസിസ് ചെയ്യാൻ പോകൂല. അപ്പൊ തിരഞ്ഞെടുക്കേണ്ടത് എപ്പോഴും ആദ്യമായി ചെയ്യുകയാണെങ്കിൽ തിരഞ്ഞെടുക്കേണ്ടത് ഒരു 20 30 അടങ്ങുന്ന ബാച്ചിനാണ്. ഇനി നിങ്ങൾക്ക് നോക്കൂ, നിങ്ങൾ എവിടെയെങ്കിലും ഹിപ്നോസിസം പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളെ ഒറ്റയ്ക്ക് പഠിപ്പിച്ചു തരുമോ? ഒറ്റയ്ക്ക് പഠിപ്പിച്ചു തരില്ല. ഒരു ബാച്ചിനെയാണ് അവർ പഠിപ്പിച്ചു തരിക. നോക്കിയേണ്ടി, അവരെപ്പോഴും ഉണ്ടാവും ഒരു ബാച്ചിനെയാണ് പഠിപ്പിച്ചു തരിക, ഒറ്റയ്ക്ക് പഠിപ്പിച്ചു തരില്ല. ഒരു 20 10 20 ആളുകൾ ഉണ്ടായ ഒരു ബാച്ചിനേക്കാരും പഠിപ്പിക്കുക. അതെന്താ കാരണം? അങ്ങനെ ആയാലേ അവർക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അവർക്ക് റിസൾട്ട് ഉണ്ടായാലേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ആ 20 പേരിൽ 1 2 വ്യക്തികൾ ഇതിന് വിധേയമാകുന്നത് നമ്മൾ കണ്ടാല് പിന്നെ നമ്മൾ വിധേയമാകും. അതിന്റെ മുമ്പ് നമ്മൾ ചലഞ്ചിലേക്ക് നടക്കൂലേ എന്ന സംശയത്തിലായിരിക്കും. അപ്പൊ 1 2 പേര് വിധേയമായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വിധേയമാകും. അപ്പോൾ നമുക്കും റിസൾട്ടായി അവർക്കും റിസൾട്ടായി. അതിനാണ് ഈ ബാച്ച് എടുക്കേണ്ടത്. ഒരാളെ പഠിപ്പിച്ചില്ല, 10 20 പേര്. ഇനി ഡ്രസ്സിങ്ങിന് വളരെ പ്രധാനമുണ്ട്. ഹിപ്നോസിസ് ചെയ്യാൻ പോകുന്ന വ്യക്തി ഞാനാണെങ്കിൽ ഒരു സാധാരണ രീതിയിൽ ഒരു നീല ഫാൻറ്റും ഒരു ഗ്രീസൊക്കെ ആയ ഒരു ബനിയനും മറ്റേ ചട്ടിത്തൊപ്പിയൊക്കെ ഇട്ടിട്ട് വന്നാൽ ഏതോ വെൽഡിങ് പണിക്കാരനാണെന്ന് വിചാരിക്കും കണ്ടാൽ. അല്ലേ? കണ്ടാൽ ഒരു വെൽഡിങ്ങിന്റെ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് കണ്ടാൽ ഇയാൾ എന്ത് പറഞ്ഞാലും സ്വീകരിക്കപ്പെടില്ല. കാരണം എന്താ പറയുക, ഈ കാണുന്ന വ്യക്തികൾ ഇയാളൊരു വെൽഡിങ്ങിന്റെ ജോലിക്കാരനാണ്. അതിന് വലിയ സ്ഥാനമുണ്ട്. കാരണം മനുഷ്യ മനസ്സിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. അപ്പൊ ആ മനസ്സിൽ ഒരു ചിത്രം ഉണ്ടാവും. അയാളുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടാവും. മൂല്യേര് പറഞ്ഞാല് വെള്ളക്കുപ്പായും പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് താടിയൊക്കെ ഉള്ള, തലയിൽ തൊപ്പിയൊക്കെ ഉള്ള ഒരാളാണ്. സ്വാമി എന്ന് പറഞ്ഞാല് ഒരു മഞ്ഞ ഷാളൊക്കെ ഇട്ട ഒരാളാണ്. ഇല്ലേ? അങ്ങനെ ഒരു ചിത്രം അയാളുടെ ഉള്ളിലുണ്ട്. ഡോക്ടർ എന്ന് പറഞ്ഞാല് ഇതേമാർക്ക് വെള്ളക്കുപ്പായൊക്കെ ഇട്ടല്ല ഇൻസൈഡൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ ഒരു ചിത്രം ഉണ്ടാവും. അത് വെറും ചിത്രമാണ്, വേറെ കാര്യം. പക്ഷെ ആ ചിത്രത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണ്ട, പിന്നെ പ്രശ്നമില്ല. അപ്പൊ ചെല്ലുമ്പോൾ നമ്മൾ നല്ല ടിപ്പിൽ ചെല്ലണം. പിന്നെ ഷർട്ടൊക്കെ അയച്ചിട്ട് വേണമെങ്കിൽ ബനിയാനൊക്കെ ഇട്ട് നടക്കാം കുറച്ച് കഴിഞ്ഞാൽ, പ്രശ്നമില്ല. പക്ഷെ ആദ്യം കാണുമ്പോൾ ഈ ലുക്കിൽ ചെല്ലണം. പിന്നെ വോയിസിന് വളരെ പ്രധാനമുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വോയിസ് തരാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉറങ്ങാൻ പോവുകയാണ് മലപ്പുറം ഭാഷയില്. ഞാൻ മലപ്പുറം ഭാഷയിൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉറങ്ങാൻ പോവുകയാണ് പറഞ്ഞാൽ ഒരു രക്ഷയും ഉണ്ടാവില്ല. ആ പറയുമ്പോൾ എന്താണ്? നിങ്ങളിപ്പോൾ വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ആ ഒരു വോയിസ് തന്നെ കൊടുത്തിരിക്കണം. അപ്പൊ വോയിസിൽ ശ്രദ്ധിക്കണം, ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കണം. ഫസ്റ്റിലാണ് ഇതൊക്കെ ഉള്ളത് കേട്ടോ, പിന്നെ ഇല്ല. ബോധ മനസ്സിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഉപബോധ മനസ്സിലേക്ക് ചാടി കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ലിമിറ്റും ഇല്ല. നമുക്ക് എന്തും ചെയ്യാം, ഏത് ഡ്രസ്സിലും പോകാം. ഇനി പിന്നെ തോർത്തുണ്ടൊക്കെ മാറ്റിയിട്ട് നടക്കാം, ഒന്നും സംഭവിക്കില്ല, ഒരു പ്രശ്നമില്ല, വിധേയമായിക്കോളും. വെറും തോർത്തുണ്ട് മാത്രം എടുത്താലും മതി, പ്രശ്നമില്ല. പക്ഷെ ബോധ മനസ്സിൽ
അയാളുടെ ബോധ മനസ്സിൽ ആ ചിത്രത്തെ കവർ ചെയ്യണമെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഉണ്ടായിരിക്കണം, വോയിസ് കറക്റ്റ് ആയിരിക്കണം, എല്ലാം കൃത്യമായി നമ്മൾ ശ്രമിച്ചു നോക്കണം, ഇല്ലെങ്കിൽ പരാജയപ്പെട്ടേക്കാം. അപ്പൊ ഇതാണ് ഹിപ്നോട്ടിസത്തിനെ അറിയുക, മനസ്സിലാക്കുക, പഠിച്ചല്ല, ഈ സംഭവം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചത്. അത് തന്നിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ആങ്കർ ഇല്ലാത്തതുകൊണ്ട് നേരെ ഫീഡ്ബാക്കിലേക്ക് പറഞ്ഞോളൂ. പറഞ്ഞോളൂ, ആരാണ് പറയുന്നത്? അങ്ങനെ ധൈര്യമായിട്ട് അങ്ങോട്ട് കടന്നു വരിക. പറഞ്ഞോളൂ ശീല മാം, എങ്ങനെ ഉണ്ടായിരുന്നു ഹിപ്നോട്ടിസം? കേൾക്കണില്ല? മാജിക് മോർണിംഗ്. ആ പറഞ്ഞോളൂ. ഹലോ മാജിക്. കേൾക്കോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഒഡിബിൾ ആണോ ഞാൻ? ആ യെസ് യെസ്. നല്ല ക്ലാസ് ആയിരുന്നു സർ. ആക്ച്വലി ഞാൻ ഇങ്ങനെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്, അപ്പോ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഇത് എന്താണെന്ന് തോന്നാറുണ്ട്. പക്ഷെ അത് ഡീപ്പായിട്ട് ഇതുവരെ പോയിട്ടില്ല. പക്ഷെ നല്ലൊരു ക്ലാസ്, ബേസിക് ആയിട്ടുള്ള ഒരു കുറച്ച് നോളജ് കിട്ടി എനിക്ക്. അപ്പോ നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു സർ. താങ്ക് യു ദിവ്യ. വേറെ? ഹായ്, മാജിക് മോർണിംഗ്. പറയും. ഹിപ്നോട്ടിസം എന്നൊക്കെ പറഞ്ഞ് കുറെ കേട്ടിട്ട് വായിച്ചിട്ടില്ല ഇതുവരെ ആ സംഭവം. മനസ്സിന്റെ ഒരു കളിയാ. ശീലമൻ പറയണേ, ഞാൻ നിർത്തി. പറഞ്ഞോ. മനസ്സിന്റെ ഒരു കളിയാണ്, പിടിവിട്ട കളിയാണെന്നൊക്കെ പറഞ്ഞു കേൾക്കാം. അതുകൊണ്ട് നമ്മളെ ഈ പിടിവിട്ട കളിയിലേക്ക് പോണ്ടെന്ന് വെച്ചിട്ട് ചിലപ്പം തീർച്ചയായിട്ടും നമ്മൾ ശ്രമിച്ചാൽ നടക്കുകയൊക്കെ ചെയ്യും, പ്രശ്നമൊന്നുമില്ല. ഏതായാലും അതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള കുറെ വിവരങ്ങൾ സാറ് തന്നെ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വേറെ? ഹിപ്നോട്ടിസം ആർക്കും ചെയ്യാം, പക്ഷെ ഹിപ്നോ തെറാപ്പി ചെയ്യണമെങ്കിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം മറ്റൊരാളുടെ പ്രശ്നത്തെ, അതായത് അയാളുടെ രോഗത്തെ നമ്മൾ മാറ്റണമെങ്കിൽ കുറച്ച് പഠിക്കാണ്ട്. പറഞ്ഞോളെ ശീലമേ, പറഞ്ഞോളൂ. ശരിക്കും ഹിപ്നോട്ടിക്സിന്റെ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഒത്തിരി എമൗണ്ട് കൊടുത്തുള്ള കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് കേട്ടു. പക്ഷെ എന്താണ് അതിന്റെ ബേസിക് സംഗതികൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ സാധിച്ചു. നമ്മുടെ ഗ്രൂപ്പിനെ സാറൊന്ന് ഇത് ബേസിക് ആയിട്ടുള്ള സംഗതികൾ പറഞ്ഞു തന്നു. അതിന്റെ പ്രാക്ടിക്കൽ സെക്ഷൻ വേറൊരു സെഷനിൽ എടുത്താൽ നന്നായിരിക്കും എന്ന് പറയാം. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും. വേറെ? മാജിക് മോർണിംഗ് സർ. പറഞ്ഞോളൂ. നല്ലൊരു പ്രസന്റേഷൻ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത്. അതുപോലെ അത്രയും വളരെ സിമ്പിൾ ആണെന്നുള്ള കാര്യവും ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് സാർ പറഞ്ഞു തന്നത്. അപ്പം ഹിപ്നോസിസ് എന്താണ്, ആർക്കൊക്കെ ചെയ്യാം, അതിന്റെ സ്വീകർത്താവ് എങ്ങനെയുള്ള ആളായിരിക്കണം, പിന്നെ അതിന്റെ ദോഷവശങ്ങളും ഗുണങ്ങളും ഒക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു നല്ലൊരു സബ്ജക്റ്റ് വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തത്. അപ്പം ഒന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് സ്വീകർത്താവിന് ഗുണം വരുന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു നല്ലൊരു പോയിന്റാണ് പറഞ്ഞു തന്നത്. അപ്പം നമ്മൾ എങ്ങനെയുള്ള ആളായിരിക്കണം, അവരെ ഡ്രസ്സ് എങ്ങനെ ആയിരിക്കണം, നമ്മളെ സൗണ്ട്, നമ്മളെ ഡ്രസ്സ് ഇത്, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ ഡ്രസ്സ്, അല്ലെങ്കിൽ നമ്മളെ ആ വോയിസ്, അതിനൊക്കെ നല്ല പ്രാധാന്യം ഉണ്ട് എന്നുള്ളതും, അതുപോലെ മറ്റുള്ളവരെ പഠിച്ചിട്ട് മനസ്സിന്റെ തലങ്ങളെ പറ്റിയിട്ട് പറയുന്ന ബോധ മനസ്സും ഉപബോധ മനസ്സും അബോധ മനസ്സിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പറ്റുന്നുള്ളൂ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിനെ കുറിച്ച് നല്ലൊരു ബോധം, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് നല്ല പഠനം നടത്തിയ ആൾക്കാർക്ക് മാത്രമേ ഇതിൽ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്.
അപ്പം ശരിക്ക് ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അത് തെറാപ്പി ആയിട്ട് മാറ്റുന്ന സമയത്ത് മറ്റുള്ളവരുടെ പല രോഗങ്ങളും അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ ചില്ലറ രോഗങ്ങളൊക്കെ പലപ്പോഴും കേട്ട് ശീലമുണ്ട്. ചിലപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വയറുവേദനയുള്ള ഒരാളാണ്, അയാൾക്ക് എന്ത് മരുന്ന് കഴിച്ചിട്ടും ഒരു ഗുണമില്ല. അപ്പൊ അങ്ങനെ ഈ പോയിട്ട് ലാസ്റ്റിൽ ഇങ്ങനെയുള്ള ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയപ്പോൾ അങ്ങനെ അവരാ പറഞ്ഞത്. അപ്പം അയാള് സംസാരിച്ച് അവസാനം കിട്ടിയത് എന്താന്ന് പറഞ്ഞാൽ ഇയാള് ഉറങ്ങി കിടക്കുന്ന സമയത്ത് മുകളിൽ സീലിങ്ങിന് ഒരു എട്ടുകാലിനെ കണ്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ സമയത്ത് അതിനെ കാണാനില്ല. അപ്പം ഇയാളെ വിചാരം അത് വായിലേക്ക് വീണ് എൻ്റെ വയറിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള. അപ്പൊ അത് മെല്ലെ ഇയാള് ശരിക്ക് തെറാപ്പി ലൈനിൽ കൂടെ അത് പുറത്തേക്ക് ഞാൻ കളയാണെന്നൊക്കെ പറഞ്ഞ് അതിനെ വിട്ടതിന് ശേഷം വയറുവേദന മാറി. അങ്ങനെയുള്ള ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നല്ലൊരു റെക്കമെൻഡേഷൻ ആണ്. അതിന് പുറമെ സാറിന്റെ മെഡിറ്റേഷന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. നല്ല ഒന്നാം തരം മെഡിറ്റേഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. വളരെ കൃത്യമാണ് സാറ് പറഞ്ഞത്. കാരണം അതാണ് അതിന്റെ ശരി, അതാണ് തെറാപ്പി എന്ന് പറഞ്ഞാല്. കാരണം ഇത് എന്താണ് കാരണം, ഇങ്ങനെ വരാനുള്ള കാരണം അത് കണ്ടെത്തലാണ് ആ ഏറ്റവും വലിയ റിസ്ക് അതില്. കാരണം ചിലപ്പോൾ ഈ പ്രശ്നം എന്താ പറയുക, നമ്മളെ ശാരീരികമായ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കൃത്യമായി പറയും, എൻ്റെ കയ്യിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ നല്ല വേദന ഉണ്ട്, ഈ ഞരമ്പിലൂടെ ഇങ്ങനെ വേദന ഉണ്ട്, അവരെ കറക്റ്റായിട്ട് കൃത്യമായി അവർ പറയും. പക്ഷെ മാനസിക പ്രശ്നം പറയൂല, എനിക്കങ്ങനെ വിഷയമില്ല എന്നാണ് പറയാ. ഞാൻ എവിടുന്നും പേടിച്ചിട്ടില്ല, എനിക്കങ്ങനെ പേടിയില്ല, ഞാൻ സ്ഥിരമായിട്ട് നടക്കുന്ന ഏരിയയാണ്, ഞാൻ കുറെ കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറയാ. അതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടുപിടിക്കൽ വളരെ റിസ്ക് ഉള്ള ഒരു പണിയാണ്. തെറാപ്പി ഈ ലെവലിൽ പഠിക്കുമ്പോൾ ഡീപ്പായിട്ട് നല്ല പഠിച്ചതിന് ശേഷം മാത്രമേ തെറാപ്പി ചെയ്യാൻ പോയാൽ മതി. പക്ഷെ ഹിപ്നോസിസ് ആർക്കും ചെയ്യാം. അതൊരു 8-10 ആളുകളുണ്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ലത് കൊടുക്കണം എന്ന് ഒരു നിബന്ധന ഉണ്ട്. കാരണം എവിടെയും പോയിട്ട് എന്തെങ്കിലും ഫിത്തന ഉണ്ടാക്കി പോകുന്ന അന്നത്തോട് കൂടി നമ്മളെ കഥ കഴിയും. കാരണം ഇത് കൊടുക്കുന്ന ആൾക്കാരെ എപ്പോഴും നഷ്ടം വരിക, അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും നല്ലത് കൊടുത്താൽ നമുക്ക് നല്ലത് തിരിച്ചു കിട്ടും. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും മോശമായ രീതിയിൽ പെരുമാറിയാൽ ഇപ്പൊ പല രംഗങ്ങളും നമുക്ക് കാണാൻ കഴിയും അല്ലേ. കാരണം ഒരുപാട് ഉദാഹരണത്തിന് 10 പെണ്ണുങ്ങളും 10 ലേഡീസും 10 ജെൻസും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അത് നെഗറ്റീവ് ആകുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് നമുക്ക് സംഭവിക്കും. അപ്പൊ അത് നോക്കണം, ശ്രദ്ധിച്ച് ചെയ്യാം. അത്രയുള്ളൂ. പഠിക്കൽ വളരെ സിമ്പിളാണ്, ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം, വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും? ഹലോ, പറയോ കൃഷ്ണൻ സാർ, പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് സാർ. ഞാൻ മോന്റെ പറഞ്ഞില്ലേ, അവൻ നന്നായി കളിച്ചിട്ട് വരുന്ന ദിവസമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറ് കേട്ടോ. നന്നായി കളിച്ച് നല്ല ശരീരം നല്ല ക്ഷീണിച്ച് കിടക്കൂലോ, ആ സമയത്താണ്, അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഇവൻ പെട്ടെന്ന് ചാടി നീട്ടിട്ട് അവിടെ കളിക്കുന്ന ആ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ പറയണ്ടാവുക. പക്ഷെ അവനോട് അപ്പ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവ ആ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ നമ്മൾ അതിന്റെ ഒപ്പം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ചില സമയത്ത് ചെയ്യാറുണ്ട്, ഒരു തമാശക്ക് ചെയ്യാറുള്ളതാണ്. അവങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അമ്മ എന്നൊക്കെ വിളിച്ചിട്ട് പെട്ടെന്ന് ചാടി എണീക്കും. അപ്പൊ എന്താ ചോദിച്ചാൽ അവൻ കളിക്കുന്നതിന്റെ പക്ഷെ വ്യക്താവില്ല, സംസാരം വ്യക്താവില്ല, പക്ഷെ കളിക്കുന്നതിന്റെ കാര്യവും സംസാരിക്കുക. അപ്പൊ ചില സമയത്ത് ഞാൻ ഇതുപോലെ തട്ടിയിട്ട് നന്നായി ഉറങ്ങാ, വേറെ ഒന്നുമില്ല, നമ്മുടെ വീട്ടിലാണ്, ഉറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിടത്തി ഉറക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവനോട് അങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പൊ അതിങ്ങനെ പോകും. എന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ഓർമ്മയിൽ വരിക തോന്നുന്നുണ്ട്, പെട്ടെന്ന് നമ്മൾ വീട്ടിലാണെന്നുള്ള ഒരു ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ പിന്നെ വേഗം നോക്കിട്ട് ഒന്നുമില്ല അമ്മ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങും. അതെന്താ അങ്ങനെ? നല്ല സംഭവം വളരെ സിമ്പിളാണ്. സിമ്പിളാണ് സംഗതി, സിമ്പിളാണ്. കാരണം വെച്ചാല് ആ വ്യക്തിയുടെ ആരോഗ്യത്തിന് താങ്ങാവുന്നതിലും അപ്പുറത്താണ് അവിടെ കളി നടക്കുന്നത്. ആ വ്യക്തിയുടെ നിലവിലുള്ള ആരോഗ്യത്തിന് താങ്ങാവുന്നതിലും അപ്പുറം അവിടെ കളി നടക്കുന്നുണ്ട്. കളി നടക്കുന്ന സമയത്ത് ഇത് അറിയണില്ല. കാരണം കളിയിൽ മൈൻഡ് മനസ്സ് കൊടുത്തിട്ട് ആ കളിക്കുക എന്നൊരൊറ്റ ചിന്ത മാത്രമേ അപ്പോഴുള്ളൂ. അപ്പൊ കളിച്ചങ്ങനെ പോകും. പക്ഷെ അത് ഇവരുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് താങ്ങാവുന്നതിലും അപ്പുറത്താണ്. അതാണ് മൈൻഡ്. ആ മൈൻഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ കളിക്കുന്ന സമയത്ത് ഇവനത് ഓർമ്മയില്ല, അപ്പൊ അങ്ങനെ കളിച്ചു പോകും. എത്ര ക്ഷീണമെങ്കിലും ആ കളിക്കുക എന്നുള്ള ആ സോലിൽ അങ്ങനെ കളിച്ചു പോകും. പക്ഷെ അവന്റെ ആരോഗ്യത്തിന്റെ അപ്പുറത്താണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ ആരോഗ്യത്തെ ഒന്ന് വർദ്ധിപ്പിച്ചാൽ മതി, സംഗതി ഓക്കെ ആവും. ആരോഗ്യം കൂട്ടാനുള്ള
ഫ്രൂട്ട്സുകള് അതുപോലെ തന്നെ നല്ല നല്ല വിറ്റാമിൻസ് ഉള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അവന്റെ ആരോഗ്യം കൂട്ടുക, കളി കുറച്ച് കുറയ്ക്കുക. ഇതോടുകൂടി എന്താവും ഈ സംഭവം തീരും. ഇത് വളരെ സിമ്പിൾ ആണ് മനസ്സിലാക്കാൻ. ഓക്കെ, ഇത്രേ ഓക്കെ, ഉള്ളൂ. താങ്ക് യു. താങ്ക് യു. സർ മോർണിംഗ്. ഇത് പിന്നെ ഞാനിത് അധികം ഇത്ര ഡീപ്പായിട്ട് ഇതിലോട്ട് പോയിട്ടില്ല. എന്നാലും പല പോലീസ് കേസിലും ഇത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെ കൊണ്ട് പറയിപ്പിക്കാനും അങ്ങനെയുള്ള ഒരു ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് ഇവിടെ. പക്ഷെ വളരെ നന്നായിരുന്നു, ക്ലാസ് വളരെ നന്നായിരുന്നു. അത് രണ്ടുമൂന്ന് രീതി ഉണ്ട്. അത് നാർക്കോ അനാലിസിസ് പറഞ്ഞ ഇതല്ല, ഹിപ്നോട്ടിസം അല്ല. അത് മയക്കുമരുന്ന് കൊടുത്തിട്ട് അവരെ ബോധമനസ്സിന്റെയും ഉറക്കത്തിന്റെയും, അതായത് ഡാറ്റ എന്ന് പറഞ്ഞ അവിടുക്കാണ്ട് എത്താതെ ആ ഉപബോധ മനസ്സിനോട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. ചില ആൾക്കാരെ മാത്രമേ ഹിപ്നോട്ടിസം ചെയ്യുന്നുള്ളൂ. പക്ഷെ പല ആളുകളെയും ചെയ്യുന്നത് മരുന്ന് കൊടുത്തിട്ടുള്ള അനാലിസിസ്, അഥവാ അവരെ എന്തെങ്കിലും മയക്കുമരുന്നൊക്കെ കൊടുത്തിട്ട് ഒരു ലെവലിൽ ഇങ്ങനെ നിർത്തിയിട്ട് അവരോട് ചോദിക്കണം. അതല്ലാതെ കുറ്റവാളികൾ ഒരിക്കലും മനസ്സ് കൊടുക്കില്ല. കുറ്റവാളികൾ ഒരിക്കലും ഇതിന് വിധേയമാകാൻ തയ്യാറാവില്ല. അവർക്കറിയാം എന്നെ ഹിപ്നോട്ടിസം ചെയ്താൽ ഞാൻ എല്ലാ രഹസ്യങ്ങളൊക്കെ പറയും എന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവര് സ്വീകരിക്കാൻ അത്ര പെട്ടെന്ന് സ്വീകരിക്കില്ല. അങ്ങനെയുണ്ട്. പറഞ്ഞോളൂ. താങ്ക് യു. സാർ ഷീജ ആ, പറഞ്ഞു. നന്നായിരുന്നു, നല്ലൊരു ടോപ്പിക് ആയിരുന്നു. പിന്നെ അല്ല, എനിക്ക് എൻ്റെ ഒരു ഡൗട്ട്, നമുക്ക് നമ്മളെ തന്നെ ഹിപ്നോട്ടിസ് ചെയ്യാൻ പറ്റുമോ? സെൽഫ് സജഷൻ കൊടുക്കാം, അതിനൊരു കുഴപ്പമില്ല. സെൽഫായിട്ട് കൊടുക്കാം. സെൽഫായിട്ട് നല്ല ധൈര്യത്തിൽ കൊടുത്തോളൂ. പ്രത്യേകിച്ച് അതെങ്ങനെ? ഒരു കണ്ണാടിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾ നോക്കേണ്ടത് 2 സമയമാണ് ഇതിന് പ്രത്യേകം. ഒന്ന് രാവിലെ ഉണർന്ന് എണീറ്റ് വന്ന ഉടനെ, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് കുറച്ച് മുമ്പ്. ഇവിടെ നമുക്ക് ആ 2 മൈൻഡ് ഉണ്ടാവും. ആ ബോധമനസ്സിൽ നിന്ന് ഇങ്ങനെ പോകും ചെയ്യും, എന്നാൽ ഉറക്കത്തിലേക്ക് എത്തൂല്ല. അതിന്റെ സെൻട്രലിൽ ഇങ്ങനെ വിളിച്ചിട്ട് ഉറങ്ങി എണീറ്റ് വന്ന ഉടനെ ഗ്ലാസ്സിൽ നോക്കിയിട്ട് ഞാൻ സുന്ദരിയാണ്, ഞാൻ ടോപ്പാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങോട്ട് ആയി വരും. കാരണം അത് നമ്മുടെ സംസാരിക്കുന്നത്, നമ്മൾ ബോധമനസ്സ് നമ്മളെ ഉപബോധമനസ്സിനോട് തന്നെ സംസാരിക്കുന്ന ഒരു രീതിയാണ്. ഇത് എത്രയോ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ശാസ്ത്രീയ തെളിവുകൾ ഇതിനുണ്ട്. അത് മാത്രമല്ല, നമുക്കറിയാം ലവിന് പ്രത്യേകം ഇതിന് സ്ഥാനമുണ്ട്. സ്നേഹത്തിന് ലവ് തെറാപ്പി നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ മുമ്പ് ലവ് തെറാപ്പി ചെയ്ത് ഓർമ്മയില്ല എനിക്ക് മണി സാറ്? മലപ്പുറത്ത് ലവ് തെറാപ്പി ചെയ്ത്. അതേപോലെ ലവിന് ഇതിന് പ്രത്യേക സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവും. സെൽഫ് ടോക്ക് നല്ലതാണ് കേട്ടോ. ഓക്കെ സാർ. ഇനി ഇതേപോലെ അക്യൂപഞ്ചറിനെ പറ്റി ഒരു ക്ലാസ് എടുക്കണം സാറേ. ആഹാ, അല്ല, അതെന്താന്നൊക്കെ അറിയാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ചെയ്യാം. ശരി, ഓക്കെ സാർ. താങ്ക് യു സാർ. താങ്ക് യു. വേറെ ആർക്കെങ്കിലും പറയണ്ടോ? ഞാൻ പറയാം സാർ. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സാർ തന്നതിൽ വളരെ നന്ദി. എനിക്കൊരു ചെറിയ സംശയമുള്ളൂ. ബഷീർ സാറിന് പറഞ്ഞതുപോലെ പിടിവിട്ട കളി അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു. അതായത് നമ്മളിപ്പോൾ ഈ ബോധ മനസ്സിന്റെയും അബോധ മനസ്സിന്റെയും ഇടയ്ക്ക് ഒരു സ്ഥിതിയിലാണ് ഒരു സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരാളായിട്ട് നമ്മൾ ഹിപ്നോട്ടിസം ചെയ്യണത്. അതിലേക്ക് വീണ്ടും അയാളെ പഴയ സ്ഥിതിയിലേക്ക് വരുത്താനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇല്ല, അങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ ഒന്നുകിൽ ഉറങ്ങിപ്പോയാൽ പിന്നെ ഉണർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഉറങ്ങിപ്പോയാൽ പിന്നെ നമ്മൾ ഈ സജഷനിൽ അയാളില്ല, സജഷന്റെ പുറത്തുപോയി. അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അയാൾ ഉറങ്ങിപ്പോകരുത്. ഉറങ്ങിപ്പോയാൽ നമ്മൾ സജഷന്റെ പുറത്താണ്, കാരണം അയാൾ ഉറങ്ങിപ്പോയി. പിന്നെ നമ്മൾ പറഞ്ഞൊന്നും ആൾ കേൾക്കില്ല, അയാൾ നല്ല കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടാവും. അപ്പൊ അയാളുടെ ഉറക്കത്തിന്റെ ലെവൽ എങ്ങനെയാണ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അയാൾ എപ്പോഴാണ് ഉണരുന്നത് അപ്പോൾ ഉണരും. നമ്മൾ ഉണർത്താൻ സാധാരണഗതിയിൽ എന്താ ചെയ്യുക, ഒന്ന് ടച്ച് ചെയ്യും ഇല്ല, ഒന്ന് ടച്ച് ചെയ്തിട്ട് ഉണരൂ എന്ന് പറഞ്ഞാൽ ഉണരില്ലേ, അത്രേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ഹിപ്നോസിസ് ചെയ്യുമ്പോൾ തലക്കെന്ന് കുറെ സജഷൻ കൊടുക്കാണ്ട്. ഞാൻ ടച്ച് ചെയ്താൽ നിങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നതാണ്, ഞാൻ നിങ്ങളെ ടച്ച് ചെയ്താൽ നിങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ വരുന്നതാണ് എന്ന സജഷൻ ആദ്യം കൊടുത്തിട്ടിരിക്കണം. അപ്പൊ ഇത് അവിടെ ഉണ്ടാവും.
അതവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എത്ര വർക്കത്തിൽ ഇനി ഒരു പ്രശ്നത്തിലേക്ക് അയാൾ പോകുന്നുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞാൽ അയാളെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, അയാൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. ഇല്ലേ? അപ്പൊ അയാള് ചിലപ്പോൾ ചില ആൾക്കാരുണ്ടാവും അവിടെ ഉണ്ടാവും അയാൾക്ക് അപസ്മാരം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും രോഗമായിട്ട് പെട്ടെന്ന് മാറുക, പെട്ടെന്ന് അവിടെ ഒരു ബർക്കലും ചാടലും തുള്ളലൊക്കെ ഉണ്ടാവും. അങ്ങനെ സംഭവിച്ചാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നിങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞാൽ അയാൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. വളരെ സിമ്പിളാണ്. ഇത് പേടിക്കേണ്ട ഒരു വിഷയവുമില്ല. കാരണം നമ്മൾ സജഷൻ കൊടുക്കുമ്പോൾ ആദ്യം തന്നെ വരാനുള്ള ഭവിഷ്യത്തിനൊക്കെ അടച്ചിട്ടിരിക്കണം. അത് ഞാൻ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ വരെ മണിസാറിന് അറിയാം, കോഴിക്കോട് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ ഒരു വാക്ക് കൊണ്ടോ ടച്ച് കൊണ്ടോ നിങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും. കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ കഴിയില്ല. വഴിയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി. അപ്പൊ അവർ പോണ വഴിയിൽ ചിലപ്പോൾ കുട്ടിക്കാലത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ എന്താ ചില ആൾക്കാർക്ക് വലിയ പ്രശ്നം വരും. ആ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ അവർക്ക് വിഷയം വരും. അങ്ങനെ വിഷയം വന്ന ബെസ്റ്റ് ഞാനെന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞ് ടച്ച് ചെയ്താൽ എൻ്റെ വാക്കും ടച്ചും അവിടെ വന്നതോട് കൂടി അയാളെന്തോ റിക്കവർ ആവും. അപ്പൊ അത് ആദ്യം മുൻകൂട്ടി നമ്മൾ കൊടുത്തിരിക്കണം. ഇന്ന സാധനങ്ങൾ ഇന്ന ബൈക്കിൽ വന്നേക്കാം, അപ്പൊ ഞാനുണ്ട് അവിടെ, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കൊടുത്താൽ മതി. സജഷൻ പഠിക്കേണ്ടതുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. സജഷന്റെ രീതികൾ നമുക്ക് പിന്നീട് പഠിക്കാം. എങ്ങനെയാണ് സജഷൻ കൊടുക്കേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പഠിക്കാം. സിമ്പിളാണ്. ഓക്കെ, സിമ്പിൾ അല്ല സാർ. സാറ് പറഞ്ഞ സാറ് പറയുമ്പോൾ കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നും. പക്ഷെ ഇപ്പൊ പറഞ്ഞില്ലേ ആ സജഷൻ കൊടുക്കേണ്ട രീതി, എങ്ങനെയാണ് സജഷൻ കൊടുക്കേണ്ടത്, ഒരു വേറൊരാളുടെ മനസ്സിനെ എങ്ങനെ അറിയണം, അതിനെ എങ്ങനെ അപഗ്രഥിക്കണം, ഇതെല്ലാം കുറച്ചുകൂടെ സങ്കീർണമായ ഒരു വിഷയമാണ്. അത് നമ്മൾ പറഞ്ഞുകൊണ്ട് ആവില്ല. എന്നാലും സാറ് വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും അത് സങ്കീർണം തന്നെയാണ്. പക്ഷെ നമുക്ക് പഠിച്ചെടുക്കാം. വലിയ വിഷയമല്ല. മല പോലുള്ള സംഭവം ഒന്നല്ല, നമുക്ക് പഠിച്ചെടുക്കാം. അതായത് ആ ഒരു ഭാഷ, ഇപ്പോൾ ഉദാഹരണത്തിന് വിൻസെന്റ് സാറിന്റെ ഭാഷ വേറെയാണ്, മണിസാറിന്റെ ഭാഷ വേറെയാണ്, എൻ്റെ ഭാഷ വേറെയാണ്. ഇല്ലേ? ഷീജ മാമിന്റെ ഇപ്പൊ നമ്മളെ ഷൈല മാമിനൊക്കെ ഭാഷ വേറെയാണ്. ഷീല മാമിന്റെ നാട്ടിൽ പോയിട്ട് കോട്ടയത്തൊക്കെ പോയിട്ട് ഞാൻ പറയണേ, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉറങ്ങുകയാണ് അറിഞ്ഞേണ്ടി ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ മേപ്പിട്ട് വെക്കും, എന്താണ് ഈ ഉറങ്ങുക പറഞ്ഞ സാധനം എന്താന്ന് അവർക്കറിയില്ല. ഇല്ലേ? അവർക്കറിയില്ല. കാരണം അവരെ ഭാഷ വേറെയാണ്. ചില കോട്ടയത്ത് അല്ലെങ്കിൽ കൊല്ലത്തൊക്കെ പോയിട്ട് ഭാര്യ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, അവിടെ ഭാര്യ അറിയണം, എന്നാലും അവർക്ക് മനസ്സിലാവുള്ളൂ. ചില സ്ഥലത്ത് നമ്മള് കപ്പ, കേങ്ങ്, കൊള്ളി, ഇങ്ങനെ പല ഭാഷയുണ്ട്. അപ്പൊ നമ്മുടെ ഭാഷ അല്ല എല്ലാവരും ഭാഷ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ പൊതുവായ ഭാഷയാണ് സംസാരിക്കുക. നിങ്ങളിപ്പോൾ ശാസ്ത്രീയമായ ഒരു സംഭവത്തിന് വിധേയമാകുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഭാഷ അവർക്ക് മനസ്സിലാക്കണം. മനസ്സിലാക്കുന്ന രീതിയിൽ, അതായത് നമ്മളെ ശൈലി അവിടെ ഉപയോഗിക്കരുത്. പൊതുവായ ശൈലി ആയിരിക്കണം ഉപയോഗിക്കുക. ആ പൊതുവായ ശൈലിയാണ് ഇതിന് നിബന്ധന ഉള്ളത്. കാരണം എല്ലാവർക്കും ഇത് മനസ്സിലാകും വേണം. എന്നാൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഒരു ഇതിപ്പോ എന്താ ഇങ്ങനെ എന്നുള്ള സംശയം അവിടെ വരരുത്. അപ്പൊ സജഷൻ ശരിക്കും പഠിക്കേണ്ടതുണ്ട്, നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ അത് പറഞ്ഞ് പഠിക്കാൻ തന്നെ ചിലപ്പോൾ ഉച്ച വരെയൊക്കെ ഉണ്ടാവും ഈ ലൈവ് ക്ലാസ്സിലൊക്കെ. ഓരോരുത്തരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിച്ചലാണ്. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കുണ്ടോ? 6:35 ആയിക്കണു. ടൈം പോയത് അറിഞ്ഞില്ല. വൈൻഡപ്പ് ചെയ്യാ? വൈൻഡപ്പ് ചെയ്യാ? ഷിജ, മനോജ്, ഇനി ആർക്കെങ്കിലും പറയണ്ടല്ലോ? ഡ്രൈവിംഗ് കാണുന്നുണ്ട്. ആ, ഡ്രൈവിംഗ് ആണ്. ഡ്രൈവിംഗ് ഇപ്പൊ ഉപബോധ മനസ്സിലാ ചെയ്യണ്ട്. ബോധ മനസ്സ് നമ്മളെ എടുത്താണ്. ബോധ മനസ്സ് ഇല്ല. അതാ ഡ്രൈവിംഗ് ആണ് ഏറ്റവും നല്ല ഇത്. ഓക്കെ, താങ്ക് യു. വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു സർ. Thank you very much. Thank you, sir. Thank you so much.